ധൈര്യമുണ്ടോ ട്രംപേ? ഇറാനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ട് എപ്പിക് ഫ്യൂറി എന്ന് പറയുന്നൊരു ആക്രമണം ഇസ്രയേലുമായിട്ട് ചേർന്ന് നടത്തിയിട്ട് ഇപ്പൊ എന്തായി? ഇപ്പൊ ഹോർമുസ് കടലിടുക്ക് ഇന്ന് വന്ന വാർത്തയാണ്. അവിടെ ഞങ്ങളായിരിക്കും നിയന്ത്രണം കൊണ്ടുവരിക. ഇറാൻ ഇല്ലാതാകുമ്പോൾ അത് ഞങ്ങളുടെ കൈകളിലേക്ക് വരും. ഈ ഇറാനെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് ഇത്ര ദിവസവുമായിട്ട് കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഈ യുദ്ധം തുടങ്ങി ഇപ്പോൾ ഈ നിലവിൽ 5-6 മാസമായി എത്തി നിൽക്കെ ഏറ്റവും കൂടുതൽ വെടിനിർത്തൽ വേണം, ഏറ്റവും കൂടുതൽ കുറച്ചു നേരം താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ നടത്താം, ഒന്ന് കരാറിലേക്ക് ഏർപ്പെടാം എന്നുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത് നിങ്ങൾ തന്നെയാണ്. അതായത് ട്രംപിന്റെ വാക്കിന് വിലയില്ല, ട്രംപ് പറയുന്ന കാര്യങ്ങൾക്ക് വിലയില്ല, ട്രംപ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ശൂന്യമായി പോകുന്നു. ഇന്ന് അമേരിക്ക അനുഭവിക്കുന്നത്, അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നതൊക്കെ ഈ ഒരു കാരണക്കാരൻ എന്ന് പറയുന്നത് അവിടുത്തെ പ്രസിഡന്റാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, എങ്കിൽ പോലും നിലപാടുകളിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്ന് പറയുന്ന ആ രാജ്യം, അല്ലെങ്കിൽ ആ രാജ്യത്തിൽ ജനതകൾ ആ ഭരണകൂടത്തോടൊപ്പം നിൽക്കുന്നത്, അതാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്നത്. എന്താ അമേരിക്കയുടെ അവസ്ഥ എന്താണ്? അവിടെ വലിയ രീതിയിലുള്ള എന്തെങ്കിലും ലഹള കൊണ്ടുവന്നിട്ട് സർക്കാരിനെയും ജനങ്ങളെയും തെറ്റിപ്പിക്കാമെന്ന് കരുതിയ ട്രംപിന് വലിയ പ്രഹരമാണ് ഉണ്ടായത്. അങ്ങനെ ട്രംപ് വിചാരിക്കുന്ന രീതിയിലേക്ക് യുദ്ധം പോകുന്നില്ല. ആകെ ഒരു പൊട്ടനെ പോലെ ഈ ഒരു യുദ്ധത്തെ എങ്ങോട്ടെങ്കിലുമൊക്കെ ദിശ തിരിച്ച് വെടിനിർത്തലൊക്കെ കൊണ്ടുപോവുകയാണ്. അല്ലാതെ ഒന്നും തന്നെ ട്രംപിനെ കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നില്ല. അനാവശ്യമായിട്ടുള്ള യുദ്ധം. ഈ യുദ്ധത്തിൽ പരാജയം എന്ന് പറയാൻ പറ്റത്തില്ല, ലോക പരാജയമാണ് ട്രംപ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്രയും നാണം കെട്ട ഒരു യുദ്ധം അവരുടെ കാലത്ത് കാണത്തില്ല. അത്രയേറെ യുദ്ധത്തെ സ്വയമേ ഇങ്ങനെ നശിപ്പിച്ച് നാണം കെടുത്തി അപമാനിതനാക്കി കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്കാണ് ട്രംപിന്റെ നയം എന്ന് പറയുന്നത്. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെനസ്വല പിടിച്ചെടുത്തതുപോലെ തന്നെ ഇറാന്റെ പാടങ്ങളും ഇറാന്റെ ഹോർമുസും ഒക്കെ പിടിച്ചെടുക്കാമെന്ന് കരുതി വ്യാമോഹിച്ചു പോയ ട്രംപിന് അവസാനം എന്താണ് പറ്റിയത്? ഇന്ന് വന്ന വാർത്ത എന്ന് പറയുന്നത് UAE കപ്പലുകൾ, 2 കപ്പലുകൾക്ക് ആക്രമണം സംഭവിച്ചിരിക്കുന്നു. ആ ഹോർമുസ് വഴി കടക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. നമുക്കറിയാം ഈ ഹോർമുസ് കടലിടുക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അടഞ്ഞു കിടന്നാൽ ലോക രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധി ആകുമെന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ് ഇന്ത്യ ഉൾപ്പെടെ. ഇവിടെ വാണിജ്യ വാതകം കിട്ടാനില്ല, എണ്ണ പ്രശ്നം വന്നു, അങ്ങനെ നിയന്ത്രണങ്ങൾ വന്നു, അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയാണ്. ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് നിയന്ത്രണം വരുമ്പോൾ രാജ്യം വലിയൊരു കൊടും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും പട്ടിണിയിലേക്കും പോകും. ആ ഒരു സ്ഥിതി ഇപ്പോൾ വരുത്തി വെച്ചിരിക്കുന്നത് ഈ ട്രംപാണ്. എന്നിട്ട് ട്രംപ് പറയുകയാണ്, ഞങ്ങൾ ഹോർമുസ് പിടിച്ചെടുക്കും, ഇറാനെ ഇല്ലാതാക്കുമ്പോൾ ഞങ്ങളുടെ കൈകളിൽ ആ ഹോർമുസ് വരും എന്ന് ട്രംപ് പറയുകയാണ്. അത്ര പെട്ടെന്നൊന്നും ഇറാനെ ഇല്ലാതാക്കാൻ കഴിയില്ല, ഇറാന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല എന്നുള്ളത് ഈ ഒരു 6 മാസം കൊണ്ട് മനസ്സിലാക്കിയതാണ്. കാരണം ഈ എപ്പിക് ഫ്യൂറി എന്ന് പറയുന്ന യുദ്ധം അമേരിക്കയും ഇസ്രയേലും കൊണ്ടുവന്നിട്ട് ഇറാനെ പിടിച്ചെടുക്കാമെന്ന് പെട്ടെന്ന് മനസ്സിലാക്കി. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണ്? ഇറാനെ ഒരു തരി പോലും പിടിച്ചെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇത് ഇറാനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാം എന്ന് പറഞ്ഞ അമേരിക്കയുടെ വാക്കുകൾ ഇന്നിപ്പോൾ ട്രംപ് ഉന്നയിക്കുന്നില്ല. ഈ UAE കപ്പലുകൾക്ക് ആക്രമണം സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ആ ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് അത് വരുത്തി വെച്ചതും ഈ ട്രംപാണ്. ഇനി UAE കപ്പലുകൾ മാത്രമല്ല, ഇറാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യവസ്ഥകൾ അനുസരിക്കാത്ത ആരൊക്കെയാണോ ആ കപ്പലുകളെയൊക്കെ ആക്രമിക്കുന്ന രീതിയിലേക്കാണ് അവരുടെ നിലപാട്. അതിൽ നിന്ന് യാതൊരു അടി പിന്നോട്ടുമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നും ഈ ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ കൈകളിൽ സുരക്ഷിതമാണ്. അവിടെ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന ഇറാൻ തന്നെയാണ്. ഇനി ആ ഒരു വാർത്തയുടെ മറ്റൊരു കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹോർമുസ് കടലിടുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കടലിടുക്കാണ്. അത് ഇറാന്റെ വജ്രായുധമാണ്. ഈ ഒരു യുദ്ധത്തിൽ ഇറാൻ അതിനെ നന്നായി ഉപയോഗിച്ചു. അത് പക്ഷേ ഉപയോഗിക്കാൻ പരിചയപ്പെടുത്തി കൊടുത്തത് ഒരുപക്ഷെ ഈ പറയുന്ന ട്രംപ് ആയിരിക്കും. കാരണം ട്രംപ് വെച്ച ആ കെണി എന്ന് പറയുന്നത് ട്രംപിന് തന്നെ വീണു എന്നുള്ളതാണ്. ഇറാനെ പരാജയപ്പെടുത്തി ഹോർമുസ് കടലിടുക്ക് അമേരിക്കൻ പ്രദേശമായിട്ട് ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വീരവാദമാണെന്നും എത്രത്തോളം പൊള്ളയായിട്ടുള്ള കാര്യമാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ യുദ്ധം തുടങ്ങിയ സമയം തൊട്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞ കാര്യമായിരുന്നു ആണവായുധ സമ്പുഷ്ടീകരണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത്രയും ഞങ്ങളുടെ അടുത്തോട്ട് വരുമോ അല്ലെങ്കിൽ ഞങ്ങളെ ആക്രമിക്കും എന്നുള്ള ഒരു ഭീതി നിലനിൽക്കുന്നതിനാൽ, അല്ലെങ്കിൽ ഇസ്രയേലിന്റെ സഖ്യകക്ഷിയുടെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട്
അടിയന്തര നീക്കത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ആണവ ആയുധ സമ്പുഷ്ടീകരണം ഇനി തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞായിരുന്നു യുദ്ധം തുടങ്ങിയത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇറാൻ ഞങ്ങൾ പിടിച്ചെടുക്കും. ഈ ഇറാൻ ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇറാന്റെ രോമത്തിൽ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് രംഗത്തെത്തി, അതായത് ഈ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നതിന് ശേഷം ട്രംപ് പറഞ്ഞ കാര്യം ഇതായിരുന്നു, ഈ ഹോർമുസ് ഞങ്ങൾ അതായത് അമേരിക്കൻ പ്രദേശമായിട്ട് എടുക്കും എന്നുള്ളത്, ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്നുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇത് നടക്കാൻ പോകുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ, ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഹോർമുസിന്റെ പേര് മാറ്റി ട്രംപ് കടലിടുക്ക് എന്നാക്കണമെന്ന് ട്രംപ് ആഹ്വാനം ചെയ്തു. ആരെങ്കിലും അങ്ങനെ അറിഞ്ഞിരുന്നോ? അതായത് ആരും അറിഞ്ഞിട്ടില്ല. ട്രംപ് ചുമ്മാ ഓരോ ദിവസം വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പൊള്ളയായിട്ടുള്ള വാദങ്ങൾ പറയുകയാണ്. പക്ഷെ മറുവശത്ത് ആ രാജ്യത്തിന്റെ ജനങ്ങൾ ഇന്നും കഷ്ടം അനുഭവിക്കുകയാണ്. 5000 പേര് ഈ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് മരുന്നില്ല, ഭക്ഷണമില്ല, അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. തമ്മിൽ കുത്തി മരിക്കുന്നു. 7 മരണമാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. ഇതൊന്നും നോക്കിക്കാണാനോ പറയാനോ ട്രംപിനൊന്നും തന്നെ കഴിയുന്നില്ല. എന്നിട്ടും വീരവാദം മുഴക്കുന്നതിന് യാതൊരു മടിയുമില്ല. എന്തിനേറെ പറയുന്നു, ഈ ജനങ്ങളെയൊക്കെ ബലി കൊടുത്തിട്ട് അനാവശ്യമായിട്ടുള്ള ഒരു അതിമോഹത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം നടത്തുന്നത്. ഇപ്പോൾ ഇറാൻ ചെയ്യുന്ന പ്രതിരോധം എന്ന് പറയുന്നത് അവിടുത്തെ ജനതയ്ക്ക് വേണ്ടിയാണ്, അവിടുത്തെ രാജ്യത്തിന് വേണ്ടിയാണ്. അതല്ലാതെ ഇറാൻ വേറൊരു കാര്യത്തിലും അമേരിക്കയിലേക്ക് വരുന്നില്ല. ഇനി ഇറാൻ പറയുന്ന ഈ ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത് ഇറാന്റെയും ഒമാന്റെയും അതിർത്തിയിൽ വരുന്നതാണ്. ഇത് ഇരു രാജ്യങ്ങളും പങ്കിടേണ്ട ഒരു കടലിടുക്കാണ്. അതെങ്ങനെയാണ് അമേരിക്കയ്ക്ക് കിട്ടണം എന്ന് പറയുക? അതായത് അമേരിക്കയുടെ ആധിപത്യം തെളിയിക്കുക, അമേരിക്കയുടെ സാമ്രാജ്യത്വം കൊണ്ടുവരിക എന്ന രീതിയിലേക്ക് ട്രംപ് ഒരു കെണി ഒരുക്കി നടത്തിയ ഒരു വലിയ ആക്രമണമാണ് ഈ 6 മാസം പിന്നിടുമ്പോൾ കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇവിടെ അക്ഷരാർത്ഥത്തിൽ ഇറാനെ തളർത്താൻ നോക്കിയ അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടം, സൈനിക നഷ്ടം, ആയുധപ്പുരകാലി, അങ്ങനെ ഒന്നൊന്നായിട്ട് ട്രംപ് ഇപ്പോൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇടക്കാല തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ട്രംപിന് വലിയ രീതിയിലുള്ള പ്രശ്നം നേരിടേണ്ടി വരുമെന്നതിൽ യാതൊരു സംശയമില്ല. സ്വന്തം പാർട്ടി അംഗങ്ങൾ തള്ളിപ്പറയുന്നു. സെനറ്റിൽ നിന്ന് ആളുകൾ ട്രംപിനെതിരെ വാദിക്കുന്നു. ഇനി അവിടുത്തെ വൈറ്റ് ഹൗസിന്റെ വൈസ് സെക്രട്ടറി അവിടുന്ന് രാജിവെച്ച് പുറത്തു പോകുന്നു. അങ്ങനെ ആ ഒരു പ്രതിസന്ധി വലിയ രീതിയിൽ തന്നെ കടുക്കുകയാണ്. ഇനി അതിനിടയിൽ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തുന്നുണ്ട്. അതായത് ട്രംപ് അനാവശ്യമായിട്ട് തുടങ്ങിയ യുദ്ധം, യാതൊരു ഉപകാരവും ഇല്ലാതെ തുടങ്ങിയ യുദ്ധം, അവിടുത്തെ ജനങ്ങൾ പോലും ആഗ്രഹിച്ചില്ല ഇങ്ങനൊരു കാര്യം. അവിടുത്തെ ജനങ്ങളുടെ വയറ്റത്തടിച്ചുകൊണ്ടാണ് ട്രംപ് ഈ ഒരു സാമ്പത്തിക വ്യാപാരം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വലിയ നേട്ടം എന്ന് പറഞ്ഞുകൊണ്ട് അത്യാഗ്രഹത്തോടെ ഈ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷേ ഈ യുദ്ധത്തിൽ ഇറങ്ങുമ്പോൾ ക്രൂഡ് ഓയിൽ ഒഴുക്കി വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും സ്വന്തം രാജ്യത്ത് അവർ ക്രൂഡ് ഓയിൽ വില കൂടുന്നതനുസരിച്ച് വലിയ പ്രതിസന്ധിയിലാവുകയാണ്. അതിനെതിരെ ജനരോഷം ഒറ്റക്കെട്ടാകുകയാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയാൻ, ഈ യുദ്ധം തുടങ്ങിയത് നിങ്ങളാണെങ്കിൽ അത് അവസാനിപ്പിക്കുന്നത് ഞങ്ങളാണെന്നായിരുന്നു അയത്തുള്ള അലി ഖംനി, കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ്, ആദ്യം പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെയാണ് ഇറാന്റെ നീക്കങ്ങൾ നടക്കുന്നത്. മുജ്തബ ഖമേനിയുടെ നിർദ്ദേശങ്ങൾ പ്രകാരം IRGC പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ മുജ്തബ ഖമേനി എവിടെയാണ്, കൊല്ലപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതീവ സുരക്ഷാ കേന്ദ്രത്തില് മുജ്തബ ഖമേനി ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇറാനൊപ്പം റഷ്യയും ചൈനയും ഉണ്ട്. അത് മാത്രമല്ല, അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ ഈ ഇരു രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ രാജ്യം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവർ ആ നിലപാടോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഇനി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യമാണ് ഇറാൻ. അതായത് ട്രംപ് ഈ യുദ്ധം നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ അത്ര പെട്ടെന്ന് നിർത്തത്തില്ല, ഞങ്ങൾ 2029 ജനുവരി വരെ ഈ ഒരു യുദ്ധം നീട്ടിക്കൊണ്ടു പോകും. കാരണം എന്താണ്, 2029 വരെയാണ് ട്രംപിന്റെ ഭരണാധികാരം എന്നുള്ളത്. അതുവരെ ട്രംപിനെ ഞങ്ങൾ വേട്ടയാടും എന്നുള്ളതാണ് ഇറാൻ ഇതിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി എത്രയൊക്കെ നിങ്ങൾ യുദ്ധം നടത്തിയാലും സമാധാനം കൊണ്ടുവന്നാലും ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഞങ്ങൾ ആക്രമിക്കും, ഞങ്ങളെ അടിച്ച അടികൾക്ക് ഞങ്ങൾ തിരിച്ചടി നൽകും എന്നുള്ളൊരു കണക്ക് കൂട്ടലാണ് ഇപ്പോൾ ഇറാൻ ഉള്ളത്. ഈ ഹോർമുസിൽ കർശനമായിട്ടുള്ള നിയന്ത്രണമാണ് ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ആർക്കും പോകാൻ കഴിയുന്നില്ല. സഖ്യകക്ഷികൾ പോലും ഇപ്പോൾ അമേരിക്കയെ കൈവിട്ട സാഹചര്യം.
അങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ സമ്മർദ്ദം കൂടുകയാണ് അമേരിക്കയ്ക്ക്. കാരണം ഗൾഫ് രാജ്യങ്ങൾ വലിയ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. സൗദി ട്രംപിന്റെ വാക്ക് കേട്ട് ഇറങ്ങിയതാണ്. നാനാ ഭാഗത്തു നിന്നും വളഞ്ഞിട്ട് സൗദി ആക്രമിക്കുന്ന സംഭവം വരെ ഉണ്ടായി. അങ്ങനെ ഗൾഫ് മേഖല മൊത്തത്തിൽ ഒന്ന് പേടിച്ചിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, ദശാബ്ദങ്ങളായിട്ട് അമേരിക്കയ്ക്കൊപ്പം നിന്ന് ഒമാൻ പോലും ഇന്ന് ഈ ഹോർമുസിന്റെ പങ്ക് പറ്റാൻ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. ആ കരാർ ഒപ്പിടുന്നത് അന്തിമഘട്ടത്തിലെത്തി എന്നൊരു സ്ഥിതിഗതികളും വരുന്നുണ്ട്, വാർത്തകളും വരുന്നുണ്ട്. അമേരിക്കൻ ചാനൽ പോലും അതിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രതിസന്ധി അല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല ഇപ്പോൾ ട്രംപിന് എന്നുള്ളതാണ്. ട്രംപിന്റെ ഒരു പരിപാടി നടക്കുന്നില്ല. ഈ ഗൾഫ് രാജ്യങ്ങൾ ട്രംപിനെ വിശ്വസിച്ച് ഇറങ്ങുകയാണെങ്കിൽ ഈ യുദ്ധം വീണ്ടും വലിയൊരു ആഗോള യുദ്ധമായിട്ട് മാറും. നിലവിൽ ഇപ്പോൾ വീണ്ടും യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ല. 60 ദിവസവും കൂടി ഒരു വെടിനിർത്തൽ കരാർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രംപ് പ്രയാസപ്പെടുകയാണ്. കാരണം ആയുധമില്ല, ആയുധം വേണം. യുക്രൈനെ സഹായിച്ച് ആയുധം പോയി. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയാണ്. അതിനിടയിൽ ട്രംപും നെതന്യാഹുവും തെറ്റിപ്പിരിയുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഈ ഒരു ട്രംപ് ലാഭം കൊയ്യാൻ ഇറങ്ങിയിട്ട് വലിയ നാശനഷ്ടമല്ലാതെ ഒന്നും തന്നെ നേടിയെടുത്തിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം.